അപ്പോൾ ഇന്ന് ഞാൻ നമുക്ക് ഉണ്ടാക്കാൻ പോകുന്ന ഞാനൊരു തോരനാണ് കേട്ടോ. ഈ തോരൻ എന്ന് വെച്ചാൽ ഇത് കണ്ടോ, നമ്മുടെ ഓണത്തിന് ഞാൻ ഉപ്പേരിക്ക് വേണ്ടി ഏത്തയ്ക്ക പൊളിച്ച തോരനാണ്. ഞാനത് ഇതുപോലെ കെട്ടി ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. കാരണം ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ ഏത്തയ്ക്ക തൊലിയും അതുപോലെ വൻപയറും കൂടെ തോരൻ വെക്കുന്നത്. എൻ്റെയൊക്കെ ഈ ചെറുപ്പകാലത്തുണ്ടല്ലോ, നമ്മുടെ ഈ കല്യാണ സദ്യക്കൊക്കെ തലേന്ന് മെയിനായിട്ടുള്ളൊരു തോരനായിരുന്നു നമ്മുടെ ഈ ഏത്തയ്ക്കയുടെ തൊലിയും പയറും കൂടെ തോരൻ. ഇന്നൊക്കെ കല്യാണ തലേന്ന് ബിരിയാണി, ഫ്രൈഡ് റൈസൊക്കെയാണ് ഇന്നത്തെയൊക്കെ പുതിയ താരങ്ങൾ. പക്ഷേ ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്തൊക്കെ അങ്ങനെയല്ലായിരുന്നു. കാരണം അന്നൊക്കെ നമ്മുടെ കല്യാണം പോലും വീടുകളിലല്ലായിരുന്നു. അപ്പോൾ തലേന്ന് വീടുകളിലായിരുന്നു പാചകമൊക്കെ. അപ്പം നമ്മൾ ഉപ്പേരി ഉണ്ടാക്കുന്ന ഈ ഏത്തയ്ക്കാത്തൊലി എടുത്തു വെച്ചിട്ട് നമ്മൾ ഈ പെണ്ണുങ്ങളെല്ലാം കൂടി ഇരുന്ന് ഈ ഏത്തയ്ക്കാത്തൊലിയൊക്കെ അരിഞ്ഞ് പയറും കൂടി ഇട്ട് തോരൻ വെച്ച് തലേന്നത്തെ അത്താഴത്തിൻ്റെ ഒരു തോരനായിരുന്നിത്. അപ്പം ഞങ്ങൾക്കിത് ഒരുപാട് ഇഷ്ടമാണ്. അത് ഞാൻ എടുത്തു വെച്ചതാണ്. ഇന്നിപ്പോൾ ഞാനത് തോരൻ വെച്ചേക്കാമെന്ന് വെച്ചു. വേണ്ട, ഇതിനി എല്ലാം കൂടെ ഓരോന്നിങ്ങനെ ചേർത്ത് പിടിക്കുവേ. ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഒന്ന് രണ്ട് കൊത്തി ഇങ്ങനെ കൊത്തിയിട്ട് കുനുകുനാന്ന് അരിഞ്ഞെടുക്കും. അപ്പം നമുക്ക് ഈ തൊലിയെല്ലാം അതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം. അതുപോലെ നമ്മുടെ പയർ ഞാൻ കുതിർത്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ, വൻപയറാണ്, കുതിർത്ത് വെച്ചേക്കുന്നതാണ്. ഇത് നമുക്കൊന്ന് വേവിച്ചെടുത്ത് വെച്ചിട്ട് നമുക്ക് തോരൻ വെക്കാം. അപ്പം ഞാനിതൊന്ന് അരിഞ്ഞ് കൊണ്ടുവരാവേ. പിന്നെ പ്രത്യേകം പറയാനുള്ളത് എന്നാന്ന് വെച്ചാൽ, ഞാൻ ഈ ഏത്തയ്ക്കയുടെ തൊലി അരിഞ്ഞ് വെള്ളത്തിലാണ് ഇടുന്നത്. കാരണം ഇതിന് ഒരു കറയുണ്ട്. അപ്പോൾ ഈ കറ പോകാൻ വേണ്ടി നമ്മൾ അരിഞ്ഞ് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് വേണം, വെള്ളത്തിൽ വേണം നമുക്ക് ഇടാനായിട്ട്. പിന്നെ നമ്മളിതെല്ലാം അരിഞ്ഞ് കഴിഞ്ഞ് വെള്ളത്തിൽ നിന്ന് വാരി വേണം നമുക്ക് തോരൻ വെക്കാനായിട്ട്. അപ്പോൾ അതേ ആ ഏത്തയ്ക്കായുടെ തൊലി ഞാൻ മുഴുവൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ കറയുണ്ടെന്ന്. ഇത് ആ വെള്ളം കാണുമ്പോൾ അറിയാം, എന്താ വെള്ളത്തിൻ്റെ വ്യത്യാസം കണ്ടില്ലേ. അപ്പോൾ നല്ലപോലെ ഇനി ഒരു 2-3 തവണ ഇത് നല്ലപോലെ നമുക്കിത് കഴുകിയെടുക്കണം. അപ്പം നല്ലപോലെ ഇതിപ്പോൾ തന്നെ ഇത് ഒരു ട്രിപ്പ് കഴുകിയതേ ഉള്ളേ. ഇതിനകത്ത് കിടന്ന് നല്ലപോലെ വെളുത്തു, ഈ കറയെല്ലാം അങ്ങ് പോകും. അപ്പോൾ ഇത് 2-3 തവണ നമുക്ക് കഴുകിയെടുക്കാം. ആ സമയത്ത് ഞാൻ നമ്മുടെ പയർ വേവിക്കാനായിട്ട് അടുപ്പത്തിട്ടിട്ടുണ്ട്. ഇപ്പോൾ പയർ വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ അരപ്പുകളെല്ലാം എടുക്കാം. അപ്പോൾ നമ്മുടെ പയർ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ അരപ്പ് കൂട്ട് ചേർക്കാം. അതിന് ഞാൻ അരമുറി തേങ്ങയാണ് എടുത്തേക്കുന്നത്. അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാവേ. പിന്നെ ഞാനൊരു 5-6 കാന്താരിമുളകാണ്, നല്ല ഫ്രഷ് കാന്താരിമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 കരിയാപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂണ് ജീരകപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ തോരന്. ഇനി നമുക്കിതൊന്ന് ചതച്ചെടുക്കാവേ. അപ്പം നമ്മുടെ അരപ്പ് റെഡിയായിട്ടുണ്ട്. നമുക്ക് തോരൻ വെക്കാനായിട്ടുള്ള പാത്രം ഞാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് പൊട്ടിക്കാനായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണയൊന്ന് ചൂടായിട്ട് വരട്ടെ. അപ്പം നമ്മുടെ അതേ വാഴയ്ക്കാത്തൊലിയാണ് ഇരിക്കുന്നത്. അത് ഞാനിതൊരു 3 തവണ നല്ലപോലെ 3 തവണ കഴുകി എടുത്ത് വെച്ചേക്കുന്നതാണ്. നമ്മളൊരു 3 തവണയിലും ഇത് കഴുകണം. ഇപ്പോൾ കണ്ടില്ല, നല്ല അതിൻ്റെ കറയെല്ലാം പോയി നല്ല വെളുത്തിട്ടുണ്ട്. അപ്പോൾ 3 തവണയിൽ നമ്മളിത് കഴുകണം. അപ്പോഴാണ് ഇതിൻ്റെ കറ നല്ലതുപോലെ പോകുന്നത്. നമുക്ക് നമ്മുടെ എണ്ണ ചൂടായി വരുന്നുണ്ട്. നമുക്ക് കടുകിട്ട് കൊടുക്കാവേ. നമ്മുടെ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള കടുകിട്ട് കൊടുക്കാവേ. നമുക്കിന് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആദ്യം നമ്മുടെ ഈ ഏത്തയ്ക്കയുടെ തൊലി അരിഞ്ഞതാണ് നമുക്ക് ആദ്യം ഇട്ടുക. കാരണം നമുക്ക് ഏത്തയ്ക്കയുടെ തൊലി ഒരല്പം കട്ടിയുള്ളതല്ലേ. അപ്പോൾ നമ്മുടെ പയർ ഏതൊക്കെയാലും വെന്തിരിക്കുന്നതായതുകൊണ്ട് പയറിനധികം വേവ് വേണ്ട. പക്ഷെ നമ്മുടെ ഏത്തയ്ക്കാത്തൊലി വെന്തിട്ടില്ല. അപ്പം നമ്മുടെ ഏത്തയ്ക്കാത്തൊലി നമുക്ക് ആദ്യം പാത്രത്തിൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കാം.
ഇനി നമുക്ക് നമ്മുടെ വെന്ത പയർ കൂടി ആ ഏത്തക്കത്തൊലിയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാതെ. ഇനി ഞാൻ ഇവിടെ നമ്മുടെ ഒതുക്കി വെച്ച നമ്മുടെ അരപ്പാണ് കേട്ടോ. അരപ്പ് അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുവാണ്. ഇനി ഞാൻ അരപ്പ് വെള്ളമാണ്. നമുക്ക് നമ്മുടെ ഏത്തക്കത്തൊലി ഒന്ന് വേകണം. അതിന് ഒരല്പം അരപ്പ് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കുവാണ്. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇതുപോലെ ഇനി നമ്മൾ അവിയലൊക്കെ വെക്കാനാന്ന് പറഞ്ഞാലും നമ്മൾ പച്ചക്ക മേടിക്കുമ്പോൾ അല്ലെങ്കിൽ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാൻ നേരത്താണെന്ന് പറഞ്ഞാലും പച്ചക്ക മേടിക്കുമ്പോൾ ഇതുപോലെ നമുക്ക് തൊലി എടുത്ത് ഇതുപോലെ വൻപയറോ പരിപ്പോ ഏതായാലും സാരമില്ല. കുറച്ചുകൂടി ടേസ്റ്റ് നമുക്ക് വൻപയറും ചെറുപയറും ഒക്കെയാണ്. അപ്പോൾ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെറുതായിട്ടരിഞ്ഞ് ഇങ്ങനെ നമ്മൾ തോരൻ വെക്കുവാണെങ്കിൽ നല്ല നല്ല രുചിയുള്ളൊരു തോരനാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് വെച്ച് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ കമൻറ്റൊക്കെ ഒന്ന് സോറി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് എന്നെ ഒന്ന് അറിയിക്കണേ. അതുപോലെ നിങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്തൊക്കെ ഇതുപോലെ നമ്മുടെ കല്യാണ സദ്യയൊക്കെ സമയത്തൊക്കെ തലേന്ന് ഇങ്ങനെയൊക്കെ ഏത്തക്ക തൊലിയൊക്കെ അരിഞ്ഞ് തോരൻ വെച്ച ഓർമ്മകൾ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റിലൊക്കെ ഒന്ന് ഇടണം കേട്ടോ. അപ്പം അതാണ്ട് നമ്മുടെ തോരൻ നല്ല പോലെ നമ്മുടെ ഏത്തക്ക തൊലി മാത്രം എന്താണ്ട് പയർ വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് ഈ വെള്ളം പറ്റിച്ചെടുക്കാതെ. അപ്പം നമ്മുടെ ഏത്തക്ക തൊലിയും പയറും കൂടെ തോരൻ നല്ല പോലെ പറ്റിയിട്ടുണ്ട്. ഇതുകൊണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ ചെയ്തൊക്കെ ഒന്ന് ഷെയറൊക്കെ ഒന്ന് ചെയ്യണേ. ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് കാണണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് കമൻറ്റായിട്ടൊക്കെ ഒന്ന് അറിയിക്കണേ. അപ്പോൾ നമ്മുടെ ഏത്തക്ക തൊലിയും പയറും കൂടെ തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിത് നമ്മൾക്കൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാവേ. അപ്പം നമ്മുടെ വൻപയറും ഏത്തക്ക തൊലിയും കൂടെ നല്ല അടിപൊളി തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു തോരൻ മാത്രം മതി നമുക്ക് ചോറുണ്ണാനായിട്ട്. ഉണ്ടോ നല്ല അടിപൊളി തോരൻ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത നല്ല ഒരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ബൈ.